മാധവ് ഗാർഗിൽ 24-നോട് പ്രത്യേകമായിട്ട് ഇന്ന് അഭിമുഖം കൊടുത്തു എന്ന് ട്രോളിങ് കണ്ടു. എന്ന ഒരു എപ്പിസോഡ് ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഞാനും ചെയ്തേക്കാം, അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് വിചാരിച്ച് എപ്പിസോഡ് ചെയ്യുക. ഇതാരെയും മാനസാന്തരപ്പെടുത്താനല്ല, പാപബോധമില്ലാത്തവർക്ക് മാനസാന്തരം ഉണ്ടാവത്തില്ല. ധർമാധർമ്മങ്ങൾ അറിയാത്ത രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന പ്രതിഭാസവും ഈ ദുരന്തവും ഒക്കെ കാലത്തിന് കാഴ്ചവെച്ചത് അവരുടെ ആർത്തി കാരണമാണ് എന്നുള്ളത് പച്ചയ്ക്ക് 100% വിശ്വസിക്കുന്ന എനിക്ക് സമാന മനസ്സിലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ഞാനിത് പബ്ലിഷ് ചെയ്യുന്നതേ ഉള്ളൂ. അവരാരും നന്നാവുകയും വേണ്ട, അവർ ഈ ഭൂമി നന്നാക്കാൻ വേണ്ടി, ഈ രാജ്യം നന്നാക്കാൻ വേണ്ടി ഒരു പുട്ടും അവരുടെ അവസാന ശ്വാസം വരെ ചെയ്യത്തുമില്ല എന്നെനിക്ക് നല്ലോണം അറിയാമെങ്കിലും പാപിയെ നേർവഴിയാക്കാനല്ല, പാപിയെ അവൻ്റെ പാപം പറഞ്ഞു കൊടുത്ത് അവനെ കളിയാക്കാനുമല്ല കുറ്റപ്പെടുത്താനുമല്ല. നടക്കേണ്ടതൊക്കെ കാലാകാലമായിട്ട് വിധി പോലെ നടന്നോളും. കാരണം അനുഭവിക്കേണ്ടവർ അവരുടെ കർമ്മഫലം അനുഭവിച്ചാലേ ഒക്കത്തുള്ളൂ. ഇതിൻ്റെ മൊത്തം കൂടെ ഒരു ഡയറക്ടർ കുഞ്ചാക്കോ ഈ പ്രപഞ്ചം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കർമ്മഫലം എന്നുള്ള രാമായണ ഇതിവൃത്തത്തിൻ്റെ ഏറ്റവും മൗലികമായ ആശയം പല്ലുതേക്കാത്ത കാട്ടാളൻ പിടിച്ചുപറിക്കാരൻ രത്നാകരന് മനസ്സിലായെങ്കിൽ ഇന്നും നമ്മുടെ രാജ്യത്തെ ഭരണയന്ത്രം നയിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണം വിഭജിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഇല്ലല്ലോ എന്നുള്ളതാണ് ശേഷം ജനത്തിൻ്റെ ഗതികേട്. ഏത് കുറ്റിച്ചൂലിനെയും രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ നിർത്തിയാൽ വിധേയപ്പെട്ട സഹാക്കന്മാരും അനുയായികളും ആ കുറ്റിച്ചൂലിന് കൊടുത്തലേ ഒക്കത്തുള്ളൂ വോട്ട്. അതിന് പള്ളിക്കുടുത്തി പോകാത്ത കുറ്റിച്ചൂല് പിന്നെ രാജാവാവും മന്ത്രിയാവും കടലാസുകളൊക്കെ അയാളോട് ഒപ്പിട്ടേലേ ഒക്കത്തുള്ളൂ. ഇവിടുത്തെ സർക്കാരിൻ്റെ ഏത് പ്രസ്ഥാനം എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം അഴിമതി, അതിൻ്റെ ഏറ്റവും കൊടികുത്തി വാഴുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത് ഇവിടുത്തെ കുണ്ടും കുഴിയും ഉള്ള റോഡ് കണ്ടാൽ മതി. എനിക്കറിയാം, ഇരുന്നേച്ചെഴുന്നേക്കുന്നത് പോലെ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് കോടീശ്വരന്മാരായത്. അവരങ്ങനെ ഇരുന്നേച്ചെഴുന്നേക്കുന്നത് പോലെ കോടീശ്വരന്മാരായപ്പം അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബിനാമികളുടെ പേരിൽ സമ്പാദിച്ചു, എത്ര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം അവസാനം പൊതുജലമാണ് കട്ടർ റോഡിൽ കിടന്ന് നടുവൊടിച്ച് ചാവുന്നതും യാത്രാക്കുരുക്കിൽ ഏർപ്പെടുന്നതും. ശീലോഹാം കുളത്തിൻ്റെ മതിലിടിഞ്ഞ് വീണ് ആ ഇടയ്ക്കൊരു 9 പേരും മരിച്ചു. ഉടനെ ക്രിസ്തു തൻ്റെ കൂടെ വന്നിരുന്ന ജനത്തെ നോക്കിയിട്ട് ചോദിച്ചു, ശീലോഹാം കുളത്തിൻ്റെ മതിലിടിഞ്ഞ് വീണ ആ 9 പേരെ യെരുശലേമിൽ പാർക്കുന്ന സർവ്വരേക്കാട്ടിലും കൂടുതൽ പാപം ചെയ്തവരാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് ചോദിച്ചു. അവർ മിണ്ടിയില്ല. അല്ല, നിങ്ങളും അതുതന്നെ കാറ്റഗറി. പക്ഷേ നിൻ്റെ മണ്ടയ്ക്ക് ഇതുവരെ മതിൽ വീഴാഞ്ഞത് എൻ്റെ കരുണ കൊണ്ടാടാ മോനേന്നാ അതിനകത്തെ വ്യംഗ്യം പറഞ്ഞു കൊടുത്തത്. ഇപ്പം ഗാർഗിൽ കമ്മീഷൻ പറഞ്ഞെങ്കിലും അത് ധിക്കരിച്ച് മലയെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൂടെ പൈസ വാങ്ങിച്ചിട്ട് പാർലോബിയൊക്കെ കൊടുത്ത് കുലുക്കി വെച്ചേക്കുക എന്നുള്ളത് എല്ലാ പട്ടിക്കും അറിയാം. ശാമുവൽ കോടലെന്ന് പറയുന്ന വിഡ്ഢിയാനെ 10ലേറെ എപ്പിസോഡുകൾ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ ചെയ്തതുമാണ്. യൂട്യൂബിൽ 1370 എപ്പിസോഡാണ് ഒന്നിച്ച് അവരെ എൻ്റേത് എടുത്ത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞത്, എൻ്റെ പറച്ചിലിൻ്റെ ഷാർപ്നെസ് കാരണം അസഹനീയമായി തോന്നി അവർക്ക്. എന്തായാലും ഇപ്പോൾ ഒലിച്ചു പോയ ഒരു കുടുംബത്തിലെ കംപ്ലീറ്റ് 10-15 എണ്ണം ഒന്നിച്ചൊലിച്ചു പോയ, സുഖമരണ കമ്പനിയിൽ അകപ്പെടാൻ വേണ്ടി എല്ലാം കൂടി ഒന്നിച്ചു വന്ന് താമസിച്ച ഈ ദുരവസ്ഥയ്ക്ക് കാരണം അവരുടെ കർമ്മഫലമാണോ, അവരുടെ മാത്രം പാപം കൊണ്ടാണോ എന്നൊക്കെയുള്ള ക്രിസ്തുവിൻ്റെ ആ ചോദ്യത്തിലുണ്ട്. അല്ല, നിങ്ങൾ കരയ്ക്ക് നിന്നിപ്പം പിടിച്ചു കയറ്റുന്നുണ്ടല്ലോ, നിങ്ങൾ ഇതിനെക്കാട്ടി അധർമ്മികളാ. ഞെളിയാതെ ഭയപ്പെട്,
ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ മണ്ടയ്ക്ക് ഉരുണ്ട് വീഴാൻ പോവുക. കേരളം മൊത്തം ഇളക്കി വച്ചേക്കുക. ഓരോ ഇടവപ്പാതിക്കും ഓരോ തുലാവർഷത്തിനും എന്ന് മഴ 24 മണിക്കൂറിൽ കൂടുതൽ നിന്ന് പെയ്തോ മണ്ണിറങ്ങും, മണ്ണ് അലിയും, മണ്ണിളകും, മണ്ണ് ഒലിക്കും, കുടലോടെല്ലാം കൂടെ എടുത്ത് കടലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിനി തുടർക്കഥയായിട്ട് ഇത് കൂടത്തേ ഉള്ളൂ. വയനാട്ടിൽ നാളെ വേറൊരിടത്ത്, അത് തെക്കൻ കേരളത്തിലും കൂടലിലും ഒക്കെ വരാം. ഇവിടെ കലഞ്ഞൂരൊരു അർത്ഥമേറിടാൻ നരൻ മിഥ്യയിൽ കൂട്ടുന്നൊരു വ്യർത്ഥമാം കണക്കല്ലോ മർത്യജീവിതമോർത്താൽ. അർത്ഥമേറിടാൻ നരൻ മിഥ്യയിൽ കൂട്ടുന്നൊരു വ്യർത്ഥമാം കണക്കല്ലോ മർത്യജീവിതമോർത്താൽ. ഒടുവിൽ ലാഭം നോക്കാൻ അനുവാദം ലഭിച്ചോർ ഒഴുക്കും കിടക്കയിൽ അനുതാപത്തിൻ കണ്ണീർ. മരണം വരദാനമായി ഒന്നിരുന്നാലും കരച്ചിൽ കാണാ ദൈവം പറയും പോലുമെന്ന്. എന്നെ നീ അറിഞ്ഞില്ല, നിന്നെ ഞാൻ അറിയില്ല, നീതിയിൻ സൂര്യൻ അന്ധകാരത്തെ അറിയില്ല. അർത്ഥമേറാൻ വേണ്ടിയിട്ട് പണം എന്തിനാണ്? എത്ര തലമുറയ്ക്ക് വേണ്ടി നീ അന്യായം ചെയ്ത് ഉണ്ടാക്കണം? രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ട്, ജനദ്രോഹ കുറ്റം ചെയ്തിട്ട്, പ്രകൃതിയെ വികൃതമാക്കാനെ കൊണ്ട് നീ കൈക്കൂലി വാങ്ങിച്ച് ചെയ്ത ഈ അന്യായങ്ങളുടെ കൂലി ദുഷ്ടൻ്റെ മുതൽ ഞാൻ ഊതിക്കളയുമെന്നുള്ള തിരുവെഴുത്ത് പോലും അറിയാതെ മൊണ്ണേ നീ വാരിക്കൂട്ടി വെച്ചു സ്വിസ് ബാങ്കിലും അവിടെ ഇവിടെയെല്ലാം. അർത്ഥമേറിടാൻ നരൻ മിഥ്യയിൽ കൂട്ടുന്നൊരു വ്യർത്ഥമാം കണക്കല്ലോ മർത്യജീവിതമോർത്താൽ. 80 കൊല്ലത്തേക്കല്ലേ ഉള്ളൂ. അവസാനം കിടന്നുപെടുത്ത് നീ അവിടെ ഫാനിൽ നോക്കി കിടന്ന് ചാവണ്ടിയവനല്ലയോ ICUയിൽ. ആര് നിനക്ക് വെള്ളം തരുമെന്ന്? നിൻ്റെ കൂടപ്പുറപ്പ് പോലും ആരും കാണുകയല്ല. നീ ഇത്രയേ ഉള്ളു മനുഷ്യ. ഇത് നേരത്തെ കാണാ പഠിച്ചവൻ, അതനുസരിച്ച് പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. യൗവനത്തിലെ തൻ്റെ സൃഷ്ടാവിനെ അറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലാതെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നീ ഭാഗ്യവാനല്ല. വനം വകുപ്പോ മറ്റേ വകുപ്പോ പൊതുമരാമത്തോ ആയതുകൊണ്ട് നീ ഭാഗ്യവാനല്ല. പല ഭാര്യമാരുണ്ടെന്നും പറഞ്ഞ് നീ ഭാഗ്യവാനല്ല. കൈക്കൂലി വാങ്ങി ചിന്നിടത്തെല്ലാം എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നീ ഭാഗ്യവാനല്ല. സർക്കാർ ഉദ്യോഗസ്ഥ നിനക്ക് ഹാ കഷ്ടം. രാഷ്ട്രീയക്കാരാ നിനക്ക് ഹാ കഷ്ടം. ഏത് പാപം ചെയ്താലും ഞങ്ങൾ ശൂ പറഞ്ഞ് എഴുതി കളഞ്ഞേക്കാൻ നിങ്ങൾ ചെയ്തോളിനെന്ന് പറഞ്ഞ് ജനത്തെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പുരോഹിത നിനക്ക് ഹാ കഷ്ടം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മരിക്കും മനുഷ്യരെ പകലേ കൊല ചെയ്യാൻ മടി കാണിക്കാത്തൊരേ മൃതി നിങ്ങൾക്കും ന്യൂനം, മൃതി നിങ്ങൾക്കും ന്യൂനം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മാധവ ഗാർഗിൽ കമ്മീഷൻ മുർദാബാദ്, കേരള സർക്കാർ സിന്ദാബാദ്. മാറി മാറി വരുന്ന കേരള സർക്കാർ, അതാര് വന്നാലും ഇല്ല. അർത്ഥമേറിടാൻ നരൻ മിഥ്യയിൽ കൂട്ടുന്നൊരു വ്യർത്ഥമാം കണക്കല്ലോ മർത്യജീവിതമോർത്താൽ. അർത്ഥമേറിടാൻ നരൻ മിഥ്യയിൽ കൂട്ടുന്നൊരു വ്യർത്ഥമാം കണക്കല്ലോ മർത്യജീവിതമോർത്താൽ. ഒടുവിൽ ലാഭം നോക്കാൻ അനുവാദം ലഭിച്ചോർ ഒഴുക്കും കിടക്കയിൽ അനുതാപത്തിൻ കണ്ണീർ. മരണം വരദാനമായി ഒന്നിരുന്നാലും കരച്ചിൽ കാണാ ദൈവം പറയും പോലുമെന്ന്. എന്നെ നീ അറിഞ്ഞില്ല, നിന്നെ ഞാൻ അറിയില്ല, നീതിയിൻ സൂര്യൻ അന്ധകാരത്തെ അറിയില്ല. അർത്ഥമേറാൻ വേണ്ടിയിട്ട് പണം എന്തിനാണ്? എത്ര തലമുറയ്ക്ക് വേണ്ടി നീ അന്യായം ചെയ്ത് ഉണ്ടാക്കണം? രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ട്, ജനദ്രോഹ കുറ്റം ചെയ്തിട്ട്, പ്രകൃതിയെ വികൃതമാക്കാനെ കൊണ്ട് നീ കൈക്കൂലി വാങ്ങിച്ച് ചെയ്ത ഈ അന്യായങ്ങളുടെ കൂലി
ദുഷ്ടൻ്റെ മുതൽ ഞാൻ ഊതിക്കളയുമെന്നുള്ള തിരുവെഴുത്ത് പോലും അറിയാതെ മൊണ്ണയെ നീ വാരിക്കൂട്ടി വെച്ചു സ്വിസ് ബാങ്കിലും അവിടെ ഇവിടെയെല്ലാം. അർത്ഥമേറിടാൻ നരൻ മിഥ്യയിൽ കൂട്ടുന്നൊരു വ്യർത്ഥമാം കണക്കല്ലോ മർത്യജീവിതമോർത്താൽ. 80 കൊല്ലത്തേക്കല്ലേ ഉള്ളൂ, അവസാനം കടന്നുപെടുത്ത് നീ അവിടെ ഫാനിൽ നോക്കി കടന്ന് ചാവണ്ടിയവനല്ലയോ ICUയിൽ. ആര് നിനക്ക് വെള്ളം തരുമെന്ന്? നിൻ്റെ കൂടപ്പുറപ്പ് പോലും ആരും കാണുകയല്ല. നീ ഇത്രയേ ഉള്ളു മനുഷ്യ. ഇത് നേരത്തെ കാണാ പഠിച്ചവൻ, അതനുസരിച്ച് പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. യൗവനത്തിലെ തൻ്റെ സൃഷ്ടാവിനെ അറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലാതെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നീ ഭാഗ്യവാനല്ല. വനം വകുപ്പോ മറ്റേ വകുപ്പോ പൊതുമരാമത്തോ ആയതുകൊണ്ട് നീ ഭാഗ്യവാനല്ല. പല ഭാര്യമാരുണ്ടെന്നും പറഞ്ഞ് നീ ഭാഗ്യവാനല്ല. കൈക്കൂലി വാങ്ങി ചിന്നിടത്തെല്ലാം എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നീ ഭാഗ്യവാനല്ല. സർക്കാർ ഉദ്യോഗസ്ഥ, നിനക്ക് കഷ്ടം. രാഷ്ട്രീയക്കാരാ, നിനക്ക് കഷ്ടം. ഏത് പാപം ചെയ്താലും ഞങ്ങൾ ശൂ പറഞ്ഞ് എഴുതിക്കളഞ്ഞേക്കാൻ നിങ്ങൾ ചെയ്തോളിനെന്നും പറഞ്ഞ് ജനത്തെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പുരോഹിത, നിനക്ക് കഷ്ടം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മരിക്കും മനുഷ്യരെ പകലേ കൊല ചെയ്യാൻ മടി കാണിക്കാത്തവരേ, മൃതി നിങ്ങൾക്കും ന്യൂനം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മാധവ ഗാർഗിൽ കമ്മീഷൻ മുർദാബാദ്. കേരള സർക്കാർ സിന്ദാബാദ്. മാറി മാറി വരുന്ന കേരള സർക്കാർ, അതാര് വന്നാലും ഇല്ല.